ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. അതെ, കഴിഞ്ഞ ദിവസത്തെ ഒരു നോമ്പുതുറ വിശേഷമാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് പറയാൻ പറ്റില്ല, ഒരു ഹാഫ് ഡേ ആയിട്ട് നമുക്ക് പറയാം കേട്ടോ. ഞാൻ ഉച്ച മുതലുള്ള ഒരു വീഡിയോസൊക്കെയാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അപ്പത്തിൻ്റെ മാവൊക്കെ ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ ആയപ്പോഴേക്കും അത്യാവശ്യം ഒന്ന് പതിഞ്ഞൊക്കെ വരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് നമ്മുടെ അപ്പത്തിൻ്റെ കണ്ടീഷനൊക്കെ ഒന്ന് അറിയണമല്ലോ മാവിൻ്റെ. അപ്പോൾ ഒന്ന് നോക്കിയതാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലോട്ടൊക്കെ കയറിയാൽ മതി. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു, ലൈവ് വീഡിയോ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ ഒന്ന് വന്നതാണ്. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പവും ചിക്കൻ കറിയാണ്. ഇപ്പോൾ ഒട്ടുമുക്കാൽ ദിവസവും അപ്പം തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ തുണിയൊക്കെ എടുത്ത് വെക്കാം, കാര്യം ചിലപ്പോൾ ഇനിയിപ്പോൾ മഴയ്ക്ക് സാധ്യതയുണ്ട്. വെയിലുണ്ടെങ്കിലും ചിലപ്പോൾ മഴ പെയ്യാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു തുണിയൊക്കെ ഒന്ന് എടുത്ത് മടക്കി വെച്ചിട്ട് പിന്നെ ബാക്കി പണിയിലോട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ തുണിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ, കാരണം ഇപ്പം നല്ല ചൂടല്ലേ, അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വേഗം തന്നെ തുണികളൊക്കെ സ്പിൻ ചെയ്തിടുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിക്കോളൂ കേട്ടോ. പിന്നെ ഫ്രണ്ടൊക്കെ ഇന്ന് കഴുകിയൊക്കെ ഒന്ന് ഇടാൻ പറ്റി. ഫ്രണ്ടിലെ മാറ്റും മറ്റുമൊക്കെ ഒന്ന് കഴുകിയിട്ടായിരുന്നു. അപ്പോൾ അതും അത്യാവശ്യം എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ തുണിയൊക്കെ എടുത്ത് വെച്ച് ആ മാറ്റൊക്കെ എടുത്തിട്ടിട്ട് ഒന്ന് തൂത്തൊക്കെ ഇറക്കിയിട്ട് നേരെ കിച്ചണിലോട്ട് കയറുകയാണെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും തുണിയൊക്കെ എടുത്ത് വെച്ചു. ഇനി ആ മാറ്റൊക്കെ ഉണങ്ങിയെങ്കിൽ ജസ്റ്റ് ഒന്ന് അതൊക്കെ എടുത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇന്ന് എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? എന്തൊക്കെയാണ് ഇന്നത്തെ നോമ്പുതുറ സ്പെഷ്യൽ? ഇവിടെ പിന്നെ വറുപുരി സാധനങ്ങളൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ടാണ് എനിക്ക് വലിയ ജോലികളൊന്നും ഇല്ലാത്തത് കേട്ടോ. കാര്യം ഇക്കയും മോനും പള്ളിയിൽ പോയി നോമ്പ് തുറക്കുന്നതുകൊണ്ട് പിന്നെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആ പണിയെല്ലാം കഴിഞ്ഞു, തുണി മടക്കി വെച്ചു, തൂത്തിറക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. കുറച്ച് പാത്രം ഒന്ന് കഴുകാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകിയത് ഉണങ്ങിയത് എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അതാത് സ്ഥലത്ത് അപ്പോഴുള്ള പണികളൊക്കെ അങ്ങ് എടുത്തും വെച്ചുമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും കിച്ചണിൽ കിടന്ന പണിയുണ്ടല്ലോ. ഞാൻ ആ ഉള്ള സമയത്ത് അപ്പോൾ എടുക്കുന്ന പാത്രങ്ങൾ ഞാൻ മാക്സിമം എപ്പോഴും അപ്പോൾ തന്നെ കഴുകി വെക്കാൻ നോക്കും. പിന്നെ ഉണങ്ങി വെള്ളം വാർന്നു കഴിഞ്ഞാൽ അതാത് സ്ഥലത്തും എടുത്ത് വെക്കാൻ നോക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെങ്ങനെയാണ്? ചിലപ്പോൾ നിങ്ങൾ ഇതിൽ നിന്നും കുറച്ചും കൂടെയൊക്കെ കാര്യങ്ങൾ ഫാസ്റ്റും നീറ്റുമായിട്ടായിരിക്കും ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇന്ന് ഇതിൻ്റെ കൂടെ എനിക്ക് ഒരു 3 മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇടയത്താഴം ചോറൊക്കെ കഴിക്കുമ്പോൾ അച്ചാർ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതല്ലേ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പും കൂടെ നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ചിക്കൻ കറി വയ്ക്കാം. ഞാൻ ഇന്നലെ ചിക്കൻ വറുത്തിട്ടാണ് ചിക്കൻ കറി വെച്ചത്. അപ്പോൾ പകുതി ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വറുത്ത ചിക്കൻ ഞാൻ കുറച്ച് കോരി വെച്ചിട്ടുണ്ട്. കാര്യം ഇക്കാനും വറുത്ത് ചിക്കൻ കൊടുത്താലേ ഇഷ്ടമാവുള്ളൂ, മറ്റേതിങ്ങനെ വെളുത്തിരിക്കുന്നു എന്നൊക്കെ പറയും. അപ്പോൾ എനിക്കും മോനും കുറച്ചുള്ള ചിക്കനാണ് ഇന്നിപ്പോൾ വെക്കുന്നത്. ഇക്കാനുള്ളത് ഓൾറെഡി ഫ്രിഡ്ജിൽ റെഡിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ സമയമാകുമ്പോൾ ഒന്ന് ചൂടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ചിക്കന് വേണ്ടുന്ന സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഓർത്തത് വെളിച്ചെണ്ണ തീർന്നിരിക്കുകയാണ്. പിന്നെ മോനെ പറഞ്ഞ് ഇക്കാരെടുത്ത് കടയിൽ വിട്ടിട്ട് കടയിൽ നിന്ന് സംഭവം എടുത്തുകൊണ്ടൊക്കെ വന്നു. ആ സമയം തന്നെ ഞാൻ മാങ്ങ അച്ചാറിൻ്റെ തയ്യാറെടുപ്പുകൾ നോക്കാം കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞു മാങ്ങ കേട്ടോ, ഒരു ചെറിയൊരു അരക്കുപ്പി ഇട്ട് വെക്കാനുള്ളത്, അത്രയ്ക്കുള്ള അച്ചാറിനേ കിട്ടുള്ളൂ. അപ്പോൾ ഇതേ മാങ്ങ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത്, ഒരുപാട് നുരുന്നൊന്നും കട്ട് ചെയ്യാൻ നിന്നില്ല, ഒരു മീഡിയം വലുപ്പത്തിന് കേട്ടോ കട്ട് ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയൊക്കെ ഇട്ടു. അപ്പോൾ ആദ്യം അച്ചാറൊന്ന് റെഡിയാക്കി വെച്ച ശേഷം വെളിച്ചെണ്ണ കൊണ്ടുവന്നാൽ എന്തായാലും ചിക്കൻ കറിയുടെ പണി നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വെളിച്ചെണ്ണയും പിന്നെ പഞ്ചസാര പിന്നെ മസാല ഇല്ലായിരുന്നു, അതും എടുപ്പിച്ചു കേട്ടോ. അപ്പോൾ ആ സമയം നമുക്ക് ആദ്യം നമ്മുടെ അച്ചാറിൻ്റെ പരിപാടി നോക്കാം. അതിനോടൊപ്പം തന്നെ ചിക്കൻ കറി ഇപ്പുറത്ത് നമുക്ക് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നല്ലെണ്ണ ഇല്ല, ഞാൻ ജസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചു തന്നെ, കാരണം കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇരിക്കേണ്ടതായിട്ടൊന്നുമില്ല. അപ്പോൾ കട്ട് ചെയ്ത് അവസാനം മാങ്ങ കാൽഭാഗത്തോളം ഇക്കാക്കയും അനിയത്തിയും കൂടെ തന്നെ വായിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. ഈ വെളുത്തുള്ളിയും പച്ചമുളകും അതിലോട്ടല്ലായിരുന്നു കട്ട് ചെയ്തിടേണ്ടത്, എണ്ണയിലിട്ടൊന്ന് വാട്ടണമായിരുന്നു. പക്ഷേ ഞാൻ ഓർത്തില്ല, ഞാൻ നേരെ അതിലോട്ട് തന്നെ അങ്ങ് കട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതേ ചീനിച്ചട്ടി വെച്ചു, കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടു പൊട്ടിച്ചിട്ടാട്ടോ ഞാൻ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ കടു നന്നായിട്ട് പൊട്ടി വന്നപ്പോൾ ഞാൻ ആ മേളിൽ നിന്ന് തന്നെ നമ്മുടെ വെളുത്തുള്ളിയും
പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഒന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ അച്ചാറിന്. അപ്പോൾ കടുവൊക്കെ പൊട്ടിച്ച് കറിവേപ്പില ഇട്ടു, പിന്നെ ആ വെളുത്തുള്ളിയും പച്ചമുളകും അതിൽ നിന്ന് മേളിൽ നിന്നെടുത്ത് ഇതിലേക്കിട്ട് ഒന്ന് വാടി വന്ന ശേഷം ഞാനൊന്ന് അത് ഇറക്കി മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് നേരെ ആ എണ്ണ നന്നായിട്ട് തണുത്തതിന് ശേഷം ആണ് നമ്മളെ ബാക്കി പരിപാടി. അപ്പോഴേക്കും നമുക്ക് ചിക്കൻ വെക്കാനുള്ള കുഞ്ഞുരുളി അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പം ഉരുളി ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കാം. അപ്പോഴേക്കും ഞാൻ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കായപ്പൊടി, കുറച്ച് ഉലുവപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും കൂടെ ആ എണ്ണയിലിട്ട് നന്നായിട്ട് ചൂടാക്കി. കാരണം എണ്ണ ചൂടാവും, നന്നായിട്ട് തണുത്ത ശേഷമേ ഈ പൊടിയെല്ലാം ഇടാവൂ, ഇല്ലെങ്കിൽ പൊടി കരിഞ്ഞു കേട്ടോ. അപ്പോൾ പാകത്തിനുള്ള ഒരു കറി തയ്യാറാക്കിയിട്ട് നമ്മുടെ ഈ അച്ചാർ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി പ്രത്യേകിച്ച് ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്യലോ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചാറ് ഒക്കെ ഇച്ചിരി കുറവ് പോലെ തോന്നിയിട്ട് ഞാനൊരു ഇച്ചിരി വിനാഗിരി ഒഴിച്ചു. ഞാൻ ഈ വിനാഗിരി ഒഴിച്ചത് മാങ്ങ അച്ചാറിന് മാങ്ങയ്ക്ക് പുളിപ്പ് കുറവായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് വിനാഗിരി ഇങ്ങനെ ഒഴിക്കുന്നത്. സാധാരണ മാങ്ങ അച്ചാറിന് വളരെ കുറച്ച് വിനാഗിരി ഒഴിക്കാറുള്ളൂ. അപ്പോൾ ഇത് പുളിപ്പ് കുറഞ്ഞ മാങ്ങ ആയതുകൊണ്ട് എനിക്ക് പിന്നെ കുഴപ്പമില്ലായിരുന്നു, അതുകൊണ്ട് വിനാഗിരി ഒഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങ അച്ചാറിന് കുറച്ച് ഉപ്പും കൂടെ കുറവ് വന്നപ്പോൾ കുറച്ച് ഉപ്പും കൂടെയൊക്കെ ഇട്ട് ഇനി ഒന്ന് ഇരുന്ന് നാളത്തേക്ക് എടുക്കുമ്പോഴേ അത് അടിപൊളിയായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഒരു വിധം നമ്മുടെ അച്ചാറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു രീതിയിലാണ് അച്ചാർ ഉണ്ടാക്കിയത്. അപ്പോൾ അതേ നമ്മുടെ ഇനി ചിക്കനിലോട്ട് പോകാം. നമുക്ക് നമ്മുടെ ഉരുളി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലാവശ്യത്തിനുള്ള വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, പിന്നെ ചെറുള്ളി, സവാള, തക്കാളി ഇത്രയാണ് കേട്ടോ. അപ്പോൾ കുറേശ്ശെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ലേശം ഉപ്പിട്ടാൽ മതി, ഒരുപാട് ഇടണ്ട. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ ഫ്രിഡ്ജിൽ അടച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് വാടി വരട്ടെ. ആ സമയം നമുക്കിനി തക്കാളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബാക്കി പൊടിയും മറ്റു ചേരുവകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കുന്നതൊക്കെ വളരെ ഒരുപാട് ഇൻഗ്രീഡിയൻസും ഒരുപാട് ടൈമൊന്നും എടുത്ത് ചെയ്യുന്ന സംഭവങ്ങളല്ല, വളരെ കുറച്ച് ഐറ്റംസ് വളരെ ചെറിയ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ വാടി വന്നു. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, മുളക് പൊടി, മസാല, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഒരു കൊഴുപ്പ് കറിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്യാവശ്യത്തിന് നന്നായി വാടി വന്നു. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ ചിക്കനിൽ നല്ല നെയ്യ് തെളിഞ്ഞ് കിടക്കും. ഈ സമയത്താണ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതേ ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കഴുകി വൃത്തിയാക്കി മുളകൊക്കെ ഇട്ട് വെച്ചിരുന്ന ചിക്കനാണ്. അപ്പോൾ അത് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒരു ഇച്ചിരി കട്ട പോലെയൊക്കെ ഉണ്ട്, എന്നാൽ അത് ശരിയായിക്കോളും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് സവോളയും മറ്റുമൊക്കെ ചിക്കനിലോട്ട് നന്നായിട്ട് പിടിച്ച് നല്ല രീതിയിലൊന്ന് വരട്ടെ കേട്ടോ. എന്നിട്ട് ലേശം വെള്ളവും കൂടെ ഒന്ന് കഴുകി ഒഴിച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ പണി അവിടെ കിടന്ന് ആയിക്കോളും. അപ്പോൾ നമ്മുടെ മാങ്ങയച്ചാർ തയ്യാറായി, ചോറ് റെഡി ആയിട്ടുണ്ട്, ഇപ്പോൾ ചിക്കൻ കറിയും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ പണി കഴിഞ്ഞു, അച്ചാറിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് അപ്പം കൂടെ ഉണ്ടാക്കുക. അതിൻ്റെ ഇടയിൽ എനിക്ക് ഷമാം ഇഷ്ടമല്ല കേട്ടോ, ജ്യൂസ്. അപ്പോൾ ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ക്യാരറ്റും ജ്യൂസ് അടിക്കണം. അതിനോടൊപ്പം ഇന്ന് രാവിലെ ഉണ്ടാക്കിയ നല്ല കിളിമീ മുളക് ചാറ് വെച്ചതാണേ. അപ്പോൾ അത് ഒന്ന് ചൂടാക്കി ഒന്ന് വയ്ക്കാം, കാരണം എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഒന്ന് കേടായി പോയല്ലോ, വെളുപ്പിനുണ്ടാക്കിയതല്ലേ. അപ്പോൾ അതും ഒന്ന് ചൂടാക്കി തിളപ്പിച്ച് ഒന്ന് ഇറക്കി വയ്ക്കണം. ആ സമയം ഞാൻ ക്യാരറ്റൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാരറ്റ് നല്ല സീസണാണേ, അപ്പോൾ വില കുറവാണ്. 4 കിലോ എങ്ങാണ്ട് 100 രൂപ ആ ഒരു റേറ്റിലാണെന്ന് ഇക്ക പറയണ കേട്ടു. അപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് ചുരുണ്ടി കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേകാനായിട്ട് വെക്കാം കേട്ടോ. ഒരുപാടില്ല, എന്നാലും അത്യാവശ്യം ഒന്ന് വെന്ത് വരുന്ന രീതിയിൽ നമുക്ക് വയ്ക്കാം. അപ്പോൾ ഞാൻ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ആക്കാം. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ചിക്കൻ കറി അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ മാങ്ങയച്ചാറായി. പിന്നെ ഇനി ക്യാരറ്റ് എന്തായാലും വെന്ത ശേഷം തണുത്ത ശേഷം വേണം പാലും പഞ്ചസാരയും ചേർത്ത് അടിക്കാൻ. അതിനോടൊപ്പം ഷമാം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് തൊണ്ട് കളഞ്ഞ് അതിൻ്റെ നടുക്ക് തല്ലിയും കളഞ്ഞ് പാലും പഞ്ചസാരയും കൂടെ ചേർത്ത് ഒത്തിരി വെള്ളം ആവരുത്, ആ ഒരു രീതിക്ക് അടിച്ചെടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചു. അങ്ങനെ അവർ പള്ളിയിൽ പോയിട്ടൊക്കെ വന്നു, നോമ്പ് തുറന്നു, ഞാനും തുറന്നു. അപ്പോൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കി, ഷമാം ഉണ്ടാക്കി. ക്യാരറ്റ് ഞാനിപ്പോൾ എടുത്തില്ല,
ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെച്ചൊക്കെയാണ്. അപ്പോൾ എൻ്റെ കിങ്കിരി മോൾ ഇരിപ്പുണ്ട്, എൻ്റെ കിങ്കിരി കണ്ണ ഇരിപ്പുണ്ട്, അതോടൊപ്പം വാപ്പി ഇരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ചേർന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു നോമ്പ് തുറയാണ്. വലിയ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നോമ്പ് തുറ എന്നും ഇടാത്തത്. പ്രത്യേകിച്ചായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്നറിയാം. വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ എൻ്റെ ലൈവ് വീഡിയോ നിങ്ങളൊന്ന് പറ്റുന്നിടത്തോളം നിങ്ങളൊന്ന് വരിക. ഉച്ചയ്ക്ക് 2:30-ക്കും രാത്രി 8:30-ക്കുമാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യണു. താങ്ക് യു, ബൈ.